നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരും. അപ്പോഴാണ് നമ്മൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്ത് മിസ്റ്റേക്സ് ആണ് വന്നതെന്നോ എങ്ങനെയാണ് അത് തിരുത്തേണ്ടതെന്നാണ് നമ്മൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ടേബിൾ. ക്വസ്റ്റ്യൻ ഇതാണ്: പി ആൻഡ് ക്യൂ were partners in a firm sharing profits and losses equally. Their fixed capitals were rupees 1 lakh and 50,000 respectively. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ കോളത്തില് പീസ് കറണ്ട് അക്കൗണ്ട് എന്നും ക്യൂസ് കറണ്ട് അക്കൗണ്ട് എന്നും കൊടുക്കുന്നത്. കാരണം ഫിക്സഡ് ക്യാപിറ്റൽ വരുമ്പോഴാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അത് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അത് സാധാരണ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് തിരിയാൻ പറ്റും. പീസ് ക്യാപിറ്റൽ, ക്യൂസ് ക്യാപിറ്റൽ. ഇത് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. The partnership deed provided for interest on capital at the rate of 10% per annum. Partnership deed 10% per annum ഇൻട്രസ്റ്റ് കൊടുക്കാം എന്നാണ് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. But profit of the firm were distributed without providing interest on capital. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ പ്രോഫിറ്റ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആ മിസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ശരിക്കുള്ള IOC എത്രയാണെന്ന് കണ്ടുപിടിക്കാം. IOC ഓഫ് പി. പിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 10%. അപ്പൊ എത്ര വരും? അത് 10,000 എന്ന് വരും. അതേപോലെ നമുക്ക് IOC ഓഫ് ക്യൂ കണ്ടുപിടിക്കാം. അത് എത്ര വരാം? IOC ഓഫ് ക്യൂ. ക്യൂയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 ആണ്. അപ്പൊ 50,000 ഇൻറ്റു 10%. അത് എത്ര വരും? 5,000. അപ്പൊ നമ്മൾ രണ്ടുപേരുടെയും IOC കണ്ടുപിടിച്ചു. IOC ഓഫ് പി 10,000 IOC ഓഫ് ക്യൂ 5,000 ആണ് വരിക. ഈ രണ്ടും അവർക്ക് കൊടുക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് അവിടെ മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ അത് കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് കൊടുക്കുക? IOC എന്ന് പറഞ്ഞിട്ട് 10,000 പിയുടെ കറണ്ട് അക്കൗണ്ടിൽ എവിടെ എഴുതും? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എഴുതുക? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ IOC ഒരു ഗുണമാണ്, ഒരു പോസിറ്റീവായ കാര്യമാണ്. അപ്പൊ അത് അവർ ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യാം. അപ്പൊ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട്, പിയുടെ കറണ്ട് അക്കൗണ്ട് നമ്മളത് 10,000 ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു, അവർക്ക് കൊടുത്തു പൈസ. എന്നാൽ ക്യൂയുടെ കറണ്ട് അക്കൗണ്ടിൽ നമ്മളത് 5,000 ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ഇത് രണ്ടുപേരുടെയും അക്കൗണ്ടിൽ ഇപ്പോൾ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. എന്താണ്? ഇവർക്ക് ആ എമൗണ്ട് കിട്ടി, പോസിറ്റീവ്. എന്നാൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഈ 10ഉം 5ഉം 10,000ഉം 5,000ഉം 15,000 ഈസ് എ ലോസ്, ഈസ് എൻ എക്സ്പെൻസ്, നോട്ട് ലോസ്, എക്സ്പെൻസ് ആണ്. അപ്പൊ അത് നമ്മൾ ഫേമിന്റെ ഡെബിറ്റിൽ എഴുതണം. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. IOC പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവും ഫേമിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആണ്. അതുകൊണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും, ഫേമിന്റെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്തായിരുന്നു? നമ്മളിത് എഴുതിയില്ല എന്നുള്ളതാണ് മിസ്റ്റേക്ക്. അതായത് ഇത് നമ്മൾ അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് നമ്മൾ റെക്ടിഫൈ ചെയ്തു. ഇനി നമ്മൾ അവിടെ ചെയ്യാൻ പോണത്, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അവിടുത്തെ മിസ്റ്റേക്ക് തിരുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെ ബാലൻസ് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ എല്ലാത്തിന്റെയും ടോട്ടൽ എടുക്കാം. ഇവിടെ എത്രയാണ്? ഇവിടെ എത്രയാണ്? ആദ്യം നമ്മൾ ഫേമിന്റെ അക്കൗണ്ട് ആണ് ടാലി ചെയ്യേണ്ടത്. ഇവിടെ 15,000. അപ്പം രണ്ട് സൈഡും ഈക്വൽ ആണല്ലോ, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണ്. അപ്പൊ അവിടെയും 15,000. അപ്പൊ അവിടെ എത്ര വ്യത്യാസമുണ്ട്? ഒരു 15,000 വ്യത്യാസം ഉണ്ട് അല്ലെ? അത് ഇവിടെ എഴുതാം. ഇതാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡെബിറ്റ് കുറവും ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് കുറവുമാണ്. ഇവിടേക്ക് നോക്കൂ, ഫേമിന്റെ ഡെബിറ്റും ക്രെഡിറ്റ് കോളും മാത്രം നോക്കുക. അപ്പൊ നമ്മളവിടെ ഫേമിന്റെ ഡെബിറ്റ് സൈഡിൽ 15,000 എന്ന് പറഞ്ഞാൽ ഫേമിന് എക്സ്പെൻസ് കൂടുതലും ക്രെഡിറ്റ് സൈഡിൽ ഒന്നുമില്ല, ഇൻകം കുറവാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന 15,000 എന്താണ്? ബാലൻസ്, ലോസ് ആണ്. ആ ലോസ് നമ്മൾ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണം. അപ്പം ഷെയറിങ് ഓഫ് ലോസ്. എത്രയാണ് ലോസ്? 15,000 അല്ലേ? അത് നമ്മൾ ഷെയർ ചെയ്യും. ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുക? ഓൾഡ് റേഷ്യോയിൽ നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കും. ഇവിടെ ഓൾഡ് റേഷ്യോ ഈക്വലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഈക്വലി. അപ്പൊ നമ്മളത് രണ്ടു പേർക്കും വീക്ഷിക്കണം. ലോസ് ആയതുകൊണ്ട് അത് ഏത് സൈഡിൽ വരും?
പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആയാലും ഏത് സൈഡിലാണ് വരിക? പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ഒരു ബാഡ് ആണ്. അപ്പൊ അത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. 15 ആയതുകൊണ്ട് ഓരോരുത്തർക്കും എത്ര വരും? 7,500 വരും. ഇവിടെ 7,500 വരും. ഇപ്പൊ നോക്കൂ, ഇനി നമുക്ക് ഫേമിന്റെ അക്കൗണ്ട് നോക്കാം. രണ്ട് സൈഡും ഈക്വൽ. ഇനി ഇവരുടെ അക്കൗണ്ട് നോക്ക്, ക്യൂവിന്റെ അക്കൗണ്ട് ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് കുറവും. അപ്പൊ ഏതാ കൂടുതൽ? 7,500. അത് നമുക്ക് രണ്ട് സൈഡിൽ എഴുതാം. 7,500. എവിടെയാണ് കുറവ്? രണ്ട് സൈഡിൽ എഴുതണം, ഒരു സൈഡിൽ മാത്രമേ. അതത് ടോട്ടൽസ് എഴുതാം അല്ലേ? ഇനി ഇവിടെയോ? ഇവിടെ 7,500, ഇവിടെ 10,000. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് കൂടുതലാണ്. എത്ര കൂടുതലാ? 2,500 കൂടുതലാണ് പിന്റെ കേസിൽ. ക്യൂവിന്റെ കേസിൽ ക്രെഡിറ്റ് കുറവാണ്. എത്ര? 2,500. അപ്പം എവിടെയാണ് കുറവ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ടേബിൾ വേണം ഇവിടെ. ഇവിടെ ഇതിനോട് ചേർത്തിട്ടാണ് അത് വേണ്ടത്. വിട്ടുപോയത് വരയ്ക്കാൻ. അപ്പൊ നിങ്ങളെ ഇവിടെ ഇവിടെ എവിടെയാ കൂടുതൽ? ഇവിടെയല്ലേ കൂടുതൽ. അപ്പൊ അവിടെ 2,500 കൂടുതലാന്ന് പറഞ്ഞത്. എവിടെയാണോ കൂടുതൽ അത് എന്നിട്ട് അവിടെ ക്രെഡിറ്റിലാണ് കൂടുതൽ എന്ന് കാണിക്കാം. ഇനി ഇവിടെയോ? ക്യൂവിന്റെ കോളത്തിൽ നമുക്ക് ഡെബിറ്റിലാണ് കൂടുതൽ. അപ്പൊ ഡെബിറ്റിൽ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക. എത്രയാ കൂടുതൽ? 2,500 ഡെബിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ജേർണൽ എൻട്രി എങ്ങനെ എഴുതാം? ജേർണൽ എൻട്രി എങ്ങനെ എഴുതണം? ജേർണൽ എൻട്രി എങ്ങനെയാണോ നമുക്ക് കൂടുതൽ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട്. ഇപ്പൊ എവിടെയാ കൂടുതൽ വന്നിരിക്കുന്നത്? ക്യൂവിന്റെ കോളല്ലേ കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ ക്യൂസ് കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് 2,500 ടു പീസ് കറണ്ട് അക്കൗണ്ട് എത്രയാണ്? 2,500. ക്യൂസ് കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു പീസ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ നമ്മളെ മിസ്റ്റേക്സ് എന്ത് ചെയ്തു? നമ്മൾ റെക്ടിഫൈ ചെയ്തു. ഇവിടെ എന്താ ചെയ്യേണ്ടത്? എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം ക്രെഡിറ്റ് കൊടുത്തതിന് ശേഷം ഫേമിന്റെ ഡെബിറ്റ് കൊടുക്കുക. ദെൻ ഡിഫറൻസ് നോക്കുക. അപ്പം ക്രെഡിറ്റിലാണ് കുറവ്. ക്രെഡിറ്റിലായ എമൗണ്ട് എഴുതിയിട്ട് ക്രെഡിറ്റിലാണ് ബാലൻസ് വരുന്നെങ്കിൽ അത് ലോസ് ആയിരിക്കും. ലോസ് ഷെയർ ചെയ്യണം. അതിനുശേഷം പിയുടെ കേസിൽ ഡെബിറ്റ് കുറവും ക്രെഡിറ്റ് കൂടുതലുമാണ്. അപ്പൊ ക്രെഡിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് താഴെ കാണിക്കണം എത്ര കൂടുതലാണ്. ക്യൂവിന്റെ കേസിൽ ഡെബിറ്റും ക്രെഡിറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ് കൂടുതൽ. അപ്പൊ ഡെബിറ്റിൽ എത്ര കൂടുതൽ എന്ന് എഴുതണം. എന്നിട്ട് ഇതേപോലെ ജേർണൽ എൻട്രി താഴെ എഴുതാം. ക്യൂസ് കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു പീസ് കറണ്ട് അക്കൗണ്ട് 2,500. നരേഷനായിട്ട് നിങ്ങൾക്ക് ഒമിഷൻ ഓഫ് IOC റെക്ടിഫൈഡ്.